ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ഇപ്പം മാർച്ച് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി, ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പം മിഥുനക്കുറുകാരും മിഥുന ലഗ്നക്കാരും എന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ബുധൻ ഇപ്പോൾ 9-ൽ സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത്. പക്ഷേ മാർച്ച് 20 വരെ ആ ബുധൻ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 21 മുതൽ ഭാഗ്യസ്ഥാനത്ത് ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. സൂര്യൻ മാർച്ച് 15-ന് ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് 10-ലേക്ക് മാറുകയാണ്. ചൊവ്വ 9-ൽ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി തുടരുന്നു. ഗുരു ആണെങ്കിൽ ജന്മ ലഗ്നരാശിയായ മിഥുനം രാശിയിൽ സ്ഥിതി തുടരുന്നു. ആ ഗുരു ജന്മരാശിയിൽ മാർച്ച് 10 വരെ വക്രത്തിലാണ്. 11 മുതൽ ജന്മരാശിയിൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. ശുക്രനാണെങ്കിൽ മാർച്ച് 2-ന് കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനാകുകയാണ്. 25-ന് ആ ശുക്രൻ 11-ലേക്ക് ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്ക് ആ ശുക്രൻ രാശി മാറുന്നു. ശനിയാണെങ്കിൽ കർമ്മസ്ഥാനത്ത് സ്ഥിതി തുടരുന്നു. രാഹു 9-ലുണ്ട്, കേതു 3-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ നമ്മൾ ഈ സൂര്യനും ശുക്രനും കർമ്മസ്ഥാനത്തേക്ക് 10-ലേക്ക് മാറുന്നു എന്നുള്ളതും, ഗുരു വ്യാഴഗ്രഹം ജന്മരാശിയിൽ മാർച്ച് 11 മുതൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതും, ലഗ്ന രാശാധിപനായിട്ടുള്ള ബുധൻ മാർച്ച് 21 മുതൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതുമാണ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ബുധൻ 9-ലാണെങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുകയാണ് മാർച്ച് 20 വരെ. ആ ബുധന് രാഹുവുമായിട്ടുള്ള യോഗമുണ്ട്. അതുപോലെ മാർച്ച് 10 വരെ ജന്മരാശിയിൽ ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സുഖസ്ഥാനത്ത് ശനിയുടെയും ശുക്രൻ്റെ നീചദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. ചൊവ്വയുടെ ദൃഷ്ടിയും ആ സുഖസ്ഥാനത്തുണ്ട്. അപ്പോൾ രാഹു ചൊവ്വ ബന്ധം ആദ്യ പകുതി, പ്രത്യേകിച്ച് അതുപോലെ ബുധൻ രാഹുവുമായിട്ടുള്ള ബന്ധം ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ആദ്യ പകുതി മാനസികമായിട്ട് അല്പം ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. കുടുംബത്തിൽ അല്പസുഖക്കുറവ്. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ ബുധന് രാഹുവുമായിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടോ അലർജി റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് കാണാം. മാത്രമല്ല ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ബുധൻ 20 വരെ വക്രത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി കുറവ് അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ചെറിയ തോതിൽ ഇൻഫെക്ഷനൊക്കെ വഴിതെളിക്കാനും സാധ്യത കാണുന്നുണ്ട്. 12-ലൊക്കെ ശനിയുടെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ഒരു കെയർ കൊടുത്ത് പോകണം. അവസാനത്തെ പകുതി സ്ഥിതിയിൽ മാറ്റം വരും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആ ബുധനൊക്കെ 21 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അതുപോലെ ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ ആദ്യ പകുതി കഴിയുമ്പം തന്നെ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില ഗുണാനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി തൊഴിൽ സ്ഥിതി. ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപൻ ഗുരുവാണ്, വേഴഗ്രഹം. ആ വേഴഗ്രഹം ജന്മരാശിയിലുണ്ട്, അത് നല്ലതാണ്. പക്ഷേ ആ വേഴഗ്രഹം മാർച്ച് 10 വരെ ജന്മരാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു. 10-ലാണെങ്കിൽ ശനിയുണ്ട്. അതുപോലെ തന്നെ ആ ശനി എന്ന് പറയുന്നത് 8-ഉം 9-ഉം ഭാവാധിപനാണ്.
അതുപോലെ ശുക്രൻ്റെ ഉച്ചസ്ഥിതി കർമ്മസ്ഥാനത്തുണ്ട്. 15 മുതൽ സൂര്യനും കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ശുക്രൻ്റെ പത്തിലേക്കുള്ള ആ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത്, അതുപോലെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ വക്രസ്ഥിതിയൊക്കെ മാറുന്നതും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ 15-നൊക്കെ 10ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ്. അധികാരം, പവർ ഒക്കെ കൂടുന്ന തലത്തിലേക്ക് തൊഴിലിൽ അവർക്ക് പ്രോഗ്രസ് ഉണ്ടാകും എന്ന് തന്നെ പറയാം. 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നു. അതും നമുക്ക് ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് സഹായകമാണ്. ഉയർന്ന തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ആദ്യവാരം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ അവർക്കുണ്ടാകും. തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ശനി അഷ്ടമ ഭാവാധിപനായിട്ടാണ് 10ൽ നിൽക്കുന്നു. ശനി ഭാഗ്യഭാവാധിപനും കൂടിയാണ്. ഭാഗ്യഭാവാധിപൻ 10 വരുന്നത് വളരെ ഗുണം ചെയ്യും. എങ്കിലും ശനി അഷ്ടമ ഭാവാധിപനായതുകൊണ്ട് ചിലർക്ക് തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ട്രാൻസ്ഫർ വന്നെന്ന് വരാം. സഡനായിട്ട് ഈ വർക്ക് ലോഡ് കൂടുക വഴി ഉണ്ടാകുന്ന വർക്ക് പ്രഷർ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ശനി ഭാഗ്യഭാവാധിപനായതുകൊണ്ട് 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു പ്രത്യേകിച്ച് 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയൊക്കെ ആയതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. തൊഴിലവസരങ്ങളൊക്കെ വിദേശത്ത് അവർക്ക് ഉണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ ബിസിനസ്സിൽ പ്രോഗ്രസ് ദൃശ്യമാകും. 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ജന്മരാശിയിലുണ്ട്. മാർച്ച് 11 മുതൽ ജന്മരാശി നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരികയും ആ 7ലേക്ക് തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയും ഒക്കെ ചെയ്യുന്നു. 7ലേക്കൊക്കെ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവേ ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിലും 7ാം ഭാവാധിപൻ 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നത്. അതുപോലെ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്താണ്. 20 വരെ ആ ബുധന് അല്പം വക്രസ്ഥിതിയാണ്. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള പ്ലാന്, അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഈ ബുധൻ്റെ വക്രസ്ഥിതിയിൽ ഉണ്ടാകും. അപ്പം ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ ആരായും. അങ്ങനെ പൊതുവെ ഗുരുവിൻ്റെ നേർസഞ്ചാരവും അവസാന 21 ആകുമ്പോൾ ബുധൻ്റെയൊക്കെ നേർസഞ്ചാരമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ വലിയ പുരോഗതി, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ശുക്രനുമൊക്കെ 10ൽ ഉച്ചസ്ഥിതിയിലൊക്കെ നിൽക്കുന്നത് ബിസിനസ് വഴി നേട്ടങ്ങളുണ്ടാകും. വിദേശ വിപണനത്തിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ വിദ്യാകാരകനും കൂടിയാണ്. ആ ബുധൻ 9ലാണ്, ഭാഗ്യസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നു. അതേസമയം ആ ബുധന് 20 വരെ വക്രസ്ഥിതിയാണ്. 21 മുതൽ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനാണ് കർമ്മസ്ഥാനത്ത്. അപ്പോൾ ആ ശനി ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ട് ശുക്രന് യോഗമുണ്ട്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മലഗ്ന രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. പഠന ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. അതിനുള്ള പ്ലാന്, തന്ത്രങ്ങൾ, അതുപോലെ ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ കിട്ടാവുന്ന സമയമാണ്. പരീക്ഷകളിലൊക്കെ മികവ് പുലർത്തുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഗുരുദൃഷ്ടിയൊക്കെ 5ലുള്ള സമയവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ സാധ്യമാകും. അതുപോലെ അധ്യാപകരുടെയും മറ്റു ഗുരുക്കന്മാരുടെയൊക്കെ തന്നെ ബ്ലെസ്സിങ്സ് കിട്ടാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പം 11ാം ഭാവത്തിൻ്റെ 11ലാണ് ആ ചൊവ്വ നിൽക്കുന്നത്. അത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും.
ധനകാരകനായിട്ടുള്ള ഗുരു, ആ ഗുരു ജന്മരാശിയിലുണ്ട്. മാർച്ച് 11 മുതൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്, വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ തൊഴിൽ വഴിയായാലും ബിസിനസ് വഴിയായാലും സ്പെക്കുലേറ്റീവ് തലത്തിലായാലും ഇപ്പം ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുവഴിയൊക്കെ തന്നെ ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സാമ്പത്തികമായ അസ്ഥിരതയൊക്കെ മാറും. പൊതുവേ നമുക്ക് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ സുഹൃത്തുക്കൾ മുഖേന ഉള്ള ജോയിൻ്റ് സംരംഭങ്ങൾ, ജോയിൻ്റ് ബിസിനസ്സുകൾ, അതുവഴിയൊക്കെ ലാഭവർദ്ധനവ് പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 11 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. 7ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഗുരു 5ലും 7ലും 9ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം വിവാഹ ആലോചനകൾ വരും. ആദ്യ വാരമൊക്കെ ഉണ്ടായ ആ മെല്ലപ്പോക്ക്, ആലോചനകളിൽ വന്ന മെല്ലപ്പോക്കൊക്കെ മാറും. ആലോചനകൾ സ്മൂത്താകും. പ്രത്യേകിച്ച് വിവാഹ നിശ്ചയത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ. ശുക്രനൊക്കെ 10ൽ ഉച്ചസ്ഥിതിയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ലോകപരിജ്ഞാനവും വളരെ പക്വതയൊക്കെയുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് മാർച്ച് മാസത്തെ കാണാം. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ലെവലൊക്കെ കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി ദാമ്പത്യബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവേ അത് സന്തോഷകരമാകും. ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ ദൂരസ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പൊതുവേ നമുക്ക് പക്വതയും ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ ഈ ആത്മീയ ചിന്തയൊക്കെ കൂടുതൽ വരുന്ന സമയമായതുകൊണ്ട് ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അത് പരസ്പരം ചർച്ച ചെയ്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് സ്വയം അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 20 വരെ അത് സ്ഥാനത്താണെങ്കിലും ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. 4ലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്, ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്, കുജൻ്റെ ദൃഷ്ടിയുണ്ട്. മാർച്ച് 15 മുതൽ സൂര്യൻ്റെ ദൃഷ്ടിയോ 4ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 4ൽ ശുക്രൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും ആ ശുക്രൻ്റെ 4ലെ ദൃഷ്ടി നീച ദൃഷ്ടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഇപ്പോൾ വീട്, വാഹനം അതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ തടസ്സമോ കാലതാമസമോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ അല്പം കാലതാമസമോ ഒക്കെ ചിലപ്പോൾ നേരിട്ടു എന്ന് വരാം. പ്രത്യേകിച്ച് ഈ 3ാം ഭാവരാശിയിലൊക്കെ ഗ്രഹണം നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ വീടോ വസ്തുക്കളോ ഒക്കെ വാങ്ങാൻ പോകുന്നവർ അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ, പ്രമാണങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രമാണങ്ങളൊക്കെ തയ്യാറാക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ആദ്യവാരമൊക്കെ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയമാണ് 3ൽ. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ സഹോദരന്മാരുമായിട്ടുള്ള ആശയവിനിമയത്തിലൊക്കെ ഒരു കെയർ വേണം. അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം പൊതുവേ നമുക്ക് കുടുംബത്തിലൊക്കെ ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് ചിലപ്പോൾ സന്തോഷക്കുറവുണ്ടാകാം. മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് വരാം. പ്രത്യേകിച്ച് 4ാം ഭാവത്തിൽ ശുക്രൻ്റെ നീചദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി, അതുപോലെ ചൊവ്വയുടെ ദൃഷ്ടി, അതുപോലെ സൂര്യൻ്റെ ദൃഷ്ടി. അപ്പം തമോ ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം 4ൽ കൂടുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞുള്ള ഒരു പെരുമാറ്റം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. മാർച്ച് 9, 10, 11, 14, 15, 16, അതുപോലെ 23, 24 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ ഇത് കഴിവതും ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മാർച്ച് മാസത്തിലെ
ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലങ്ങളാണ് പറഞ്ഞത്. ഇതൊരു പൊതുഫലമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് ഈ കൂറിലെ അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് ഇപ്പം നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ പൊതുഫലത്തിൽ ഗുണാനുഭവം കൂടും. മറിച്ചായാൽ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട്. മാത്രമല്ല ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പം മിഥുനക്കൂറിൽ പിറന്ന എല്ലാവരും മിഥുന ലഗ്നക്കാരല്ല. ചിലർക്ക് മിഥുന ലഗ്നം വരാം. മറ്റുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ മറ്റ് ലഗ്നരാശികളായിരിക്കും ലഗ്നമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കൂറിൽ പെടുന്നവർക്ക് മിഥുന ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളത് എന്നുള്ളതും ആ ലഗ്നരാശി അനുസരിച്ച് അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഒരു പ്രധാന ഘടകമാണ്. ഇവയൊക്കെ തന്നെ ഇവരുടെ മാർച്ച് മാസത്തെ ഫലത്തിന് സ്വാധീനം ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഒരാളുടെ ഒരു പൊതുഫലം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവർ ജനിച്ച അവരുടെ ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരു 70% അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി തന്നെയാണ്. ബാക്കി ഒരു 30% ഈ ഗോചര ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ അതാത് മാസത്തിലെ ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചിട്ടുള്ള സ്വാധീനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാതകത്തിൽ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത്, കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.